ഈ അദാനിനെ AKG സെന്ററിലേക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ടോന്നല്ലോ. ഇനി അഥവാ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിലും അദാനി വന്നു, അതെല്ലാരും കണ്ടതല്ലേ. AKG സെന്ററിൽ അദാനി വന്നു, അവിടെ നിങ്ങൾ അദാനിയെ സൽക്കരിച്ചു. എന്തായിരുന്നു ഡീൽ? പറ, അതാദ്യം പറ. അതല്ല ആദ്യം നടന്നത്. നിങ്ങളും അദാനിയും തമ്മിൽ AKG സെന്ററിൽ വെച്ചുണ്ടായ ഡീൽ എന്തടോ? പറയടോ അപ്പം ഗോവിന്ദ. അല്ല, അത് സതീശന്റെ മംഗളൂരു അല്ലേ? സതീശന്റെ മംഗളൂരു പറയാം, എന്തിനാണെന്ന് പറയാം. അതിന്റെ മുമ്പേ താനും തന്റെ ഇതേപോലുള്ള കോമാളിക്കൂട്ടങ്ങളും പറയേണ്ടതേ എന്തിനായിരുന്നു AKG സെന്ററിൽ എന്തായിരുന്നു ഇടപാട്? എന്തായിരുന്നു അവിടെ ഉണ്ടാക്കിയ ഡീൽ? എന്തേ മിണ്ടുന്നില്ലേ? മിണ്ടാട്ട മുട്ടിയോ? ഇതാ കഴിഞ്ഞില്ല. അടുത്ത ചോദ്യം പിടിച്ചോ. അതായത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എന്താണ്? കേൾക്ക് ശരിക്കും, ഇവിടെ ഒപ്പം ഗോവിന്ദ പോലെ കേൾക്ക്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്തെ കാരണഭൂതം ഡൽഹിയിലേക്ക് നമ്മുടെ KV തോമസിന്റെ കൂടെ നിർമ്മലാ സീതാരാമനെ കാണാൻ പോയിരുന്നു, ഇല്ലേ? ഇല്ലടോ, താൻ അറിഞ്ഞില്ലേ? തന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. തന്നോട് പറയാതെ കാരണഭൂതം പോയി നിർമ്മലാ സീതാരാമനെ കാണാൻ കേരള ഹൗസിലേക്ക് പോയി. മുൻകൂട്ടി പറഞ്ഞു നിശ്ചയിച്ച് രഹസ്യയാത്ര. എന്താ അവർ തമ്മിൽ ചർച്ച ചെയ്തത്? KV തോമസിനെ പുറത്തു നിർത്തിക്കൊണ്ട് പിണറായി വിജയനും നിർമ്മലാ സീതാരാമനും, വെറും നിർമ്മലാ സീതാരാമനല്ല, ധനകാര്യമന്ത്രിയായ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമനും പിണറായി വിജയനും തമ്മിൽ അടച്ചിട്ട മുറിയിൽ സംഭാഷണം നടത്തിയത്. എന്തായിരുന്നു ചർച്ച നടത്തിയത്? എന്തായിരുന്നു ഇവർ തമ്മിൽ ഡീൽ? പറയടോ ഗോവിന്ദ, പറയടോ. അതൊന്നും പറയാതെ അതൊന്നും ചോദിക്കാൻ ഇവിടുത്തെ മാപ്രകൾക്ക് ധൈര്യമില്ലല്ലോ. ചോദിക്കണ്ട പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തായിരുന്നു നിങ്ങളൊന്ന് നിർമ്മലാ സീതാരാമനുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത്? എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഡീൽ? മോനെ രക്ഷിക്കണം എന്നായിരുന്നോ? പിണറായിയുടെ മോന് EDയുടെ നോട്ടീസ് വന്നിരുന്ന കാലം, ആ നോട്ടീസ് അമർത്താൻ വേണ്ടിയിട്ടാണോ? ആ നോട്ടീസ് പതുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പോയത്? അതല്ലെങ്കിൽ വീണ വിജയന് ROCയുടെ അന്വേഷണം, SFIOയുടെ അന്വേഷണം, അല്ലെ? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഇവരുടെ പേര്, ഇതൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ നിർമ്മലാ സീതാരാമനെ കാണാൻ പോയത്? അതല്ലെങ്കിൽ ലാവ്ലിൻ കേസിൽ നിന്ന് തടിയുറാൻ വേണ്ടിയിട്ടാണോ പോയത്? അല്ലെ? ഇങ്ങനെ പിണറായി വിജയന്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം കുടുംബത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലടോ നിർമ്മലാ സീതാരാമനെ കാണാൻ വേണ്ടി പോയത്. അല്ലാതെ വേറെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പറയണ്ടേ? പോകുന്നതിന് മുമ്പ് പറയണ്ടേ? അല്ലെങ്കിൽ പോയി വന്നിട്ട് പറയണ്ടേ? ഞാനിതാ കേരളത്തിന്റെ ഇന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് പറയണ്ടേ? പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, പാർട്ടിയോട് പറഞ്ഞിട്ടില്ലല്ലോ, കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തേ ഇതുവരെ ആർക്കും ചോദിക്കാൻ പേടിയല്ലേ? ഇന്നലെ എന്താ പറയാ, VD സതീശന്റെ പത്രസമ്മേളനത്തിൽ പത്രലേഖകർ എന്തൊക്കെയാണ് VD സതീശനോട് ചോദിച്ചത്? എല്ലാം നിർഭയമായി ചോദിച്ചു അല്ലേ? ഇമ്മാതിരി ചോദിക്കാൻ എന്നെങ്കിലും കാരണഭൂതത്തിന് മുമ്പിൽ നട്ടലുണ്ടായിട്ടുണ്ടോ ഈ മാപ്രകൾക്ക്? VD സതീശനോട് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? അപ്പോഴാ പറഞ്ഞു VD സതീശൻ ക്ഷുഭിതനായി. VD സതീശന്റെ ബോഡി ലാംഗ്വേജ് ആകെ പരിഭ്രാന്തനായിട്ടായിരുന്നു. VD സതീശൻ പത്രപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. ക്ഷുഭിതനായിട്ടുണ്ടാവും. കടക്ക് പുറത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ആക്കിയ ചോദ്യം ചോദിച്ചാൽ ആക്കിയ മറുപടിയും സതീശൻ പറയും. നിങ്ങൾ സതീശനെ ചൊറിഞ്ഞാൽ സതീശൻ മാന്തും. അതൊക്കെ സ്വാഭാവികമാണ്. അല്ല നിങ്ങളെ കാരണഭൂതത്തിന്റെ പോലെ നേരത്തെ എഴുതി കൊടുത്ത 4 ചോദ്യങ്ങൾ മറുപടിയും പറഞ്ഞ് മുങ്ങുകയല്ല സതീശൻ ചെയ്തത്, ഓർമ്മിച്ചോ? അപ്പൊ സതീശന്റെ മംഗളൂരു യാത്ര അല്ലെ? ഇപ്പോഴും അപ്പം ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സതീശന്റെ മംഗളൂരു യാത്ര എന്തിന്? അവിടെ ഡീൽ മണ്ണാക്കട്ട ഡീൽ. അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ AKG സെന്ററിൽ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ ഡീൽ അല്ലെ, അദാനിയുമായി, അത് കഴിഞ്ഞിട്ട് നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ഡീൽ, നിങ്ങൾ 27 പ്രാവശ്യം പോയില്ലേ വിദേശ യാത്ര നടത്തിയില്ലേ? 147 കോടി, എന്റെയും നിങ്ങളുടെയും പൈസ 147 കോടി എടുത്തിട്ട് പിണറായി വിജയൻ 27 പ്രാവശ്യം വിദേശ യാത്ര നടത്തിയില്ല. എന്തായിരുന്നു ഡീൽ? ആരൊക്കെ ആയിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കണ്ടത്? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി 27 പ്രാവശ്യം എന്തിന് ഈ അഖില ലോക പര്യടനം നടത്തി? ഇവിടെ വ്യവസായം കൊണ്ടുവരാനാണെന്ന് പറയുന്നത്. ഒരു രൂപയുടെ വ്യവസായം കൊണ്ടുവന്നോ? 1 രൂപയുടെ വ്യവസായം ഇയാൾ എന്തിനാണ്? ഇയാൾ പലപ്പോഴും അമേരിക്കയിൽ പോകുന്നത് ദുബായ് വഴിയല്ല പോവുക, ദുബായ് വഴി അമേരിക്കയിലേക്ക് പോവുകയല്ലേ ചെയ്യുക? എന്തൊക്കെ ഡീൽ? അപ്പൊ എല്ലാ ഡീലുകളുടെയും ഉപജാപക വൃന്ദം നിങ്ങളാണ്. എല്ലാ ഡീലുകൾക്കും പിന്നെ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് സതീശൻ മംഗളൂരു യാത്ര അത്ര ബുദ്ധിമുട്ടാണ്. കേസ് കൊടുക്കുന്ന സതീശന്റെ മംഗളൂരു യാത്ര. ഇവിടുത്തെ ഒരു മനുഷ്യനും മംഗളൂരിൽ പോകാൻ പാടില്ല. അതാണ് അല്ലേ? ഇവിടുത്തെ ഒരു മനുഷ്യനും മംഗളൂരിൽ പോകാൻ പാടില്ല. വിമാനത്തിൽ കയറി മംഗളൂരിൽ പോയാൽ എന്തോ വലിയ പാതകമാണ്. കേട്ടോ, പറഞ്ഞു പഴകിയ പുളിച്ച സാധനം. ഈ പുളിച്ച സാധനം എടുത്താണ് വീണ്ടും ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഛർദിക്കാൻ തോന്നില്ലേ? അല്ലേ? ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ്.
വിഴിഞ്ഞം ഡീൽ നടന്നത് മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയിൽ. അതിന്റെ അടിയിലുള്ള കമന്റുകൾ ആയിരത്തോളം കമന്റുകളുണ്ട്. പക്ഷെ ഒരു കമന്റ് പോലും ഇയാൾക്ക് അനുകൂലമായിട്ടില്ല കേട്ടോ. അതാണ് ഈ അന്തംകമ്മികൾ ഇടുന്ന പിണറായി വിജയനാവട്ടെ ഐസക് ആവട്ടെ, ഈ എം വി ജയരാജനോ എം വി ഗോവിന്ദനോ ആരെങ്കിലും ആവട്ടെ, ഇവരുടെ ഒക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇവർ പറയുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പോലും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. ഒരാൾ പോലും പറയുന്ന മുഴുവൻ തെറികൾ അല്ലേ എന്ന് പറഞ്ഞാൽ ജനത്തിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജനത്തിന് മുഴുവൻ നിങ്ങളുടെ എല്ലാ ഉഡായിപ്പുകളും ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. വ്യത്യസ്തനായൊരു ഗോവിന്ദൻ ഡാഷിനെ അന്തങ്ങൾ പോലും തിരിച്ചറിഞ്ഞില്ല. തലവലിവുള്ളവർക്ക് ഡാഷാണ് ഡാഷ്. എന്തൊക്കെയാണ് ആൾക്കാർ എഴുതുന്നറിയോ? വ്യത്യസ്തനായൊരു ഗോവിന്ദൻ ഡാഷിനെ അന്തങ്ങൾ പോലും തിരിച്ചറിഞ്ഞില്ല. തലവെളിവുള്ളവർക്ക് ഡാഷാണ് ഡാഷ് പോലെ. പുറത്തിറങ്ങിയാൽ കക്കൂസ് വെള്ളം ടാങ്കറിൽ കൊണ്ടുപോകുന്നത് ചീറ്റിച്ചോടിക്കണം ഇവറ്റകളെ. അതിലും നാറ്റക്കേസുകളാണ് ഈ വർഗം. ശരിയാണ്. കോമഡി പറയാൻ മാത്രം വായ തുറക്കുന്ന ജീവി ആര്? അപ്പം ഗോവിന്ദൻ. ഇതുപോലെ ആണെങ്കിൽ 5 വർഷം ആകുമ്പോഴേക്ക് കുതിരവട്ടത്തോ ഓളംപാറയിലോ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ശരിയാണ്. അടിമക്കമ്മികൾ വിശ്വസിക്കും. ഓക്കെ, അടിമക്കമ്മികൾ പോലും വിശ്വസിക്കില്ലാന്ന് അല്ലേ? അവർക്ക് പോലും ബോറടിച്ചു. അതുകൊണ്ട് അവര് പോലും പറയുന്നു അപ്പം ഗോവിന്ദനോട് മാറിപ്പോകാൻ, രാജിവെച്ചു പോകാൻ. മാറ്റി പിടിക്കരുത്, തകർന്ന് തരിപ്പണമാകാനുള്ളതല്ലേ. അതിനാൽ അങ്ങനെ തന്നെ തുടരട്ടെ. ഇതന്നെ തുടരട്ടെ, മാറ്റി പിടിക്കണ്ട. കാരണം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നതല്ലേ. പിടിച്ച് നാട് കടത്തണം, എന്നാലേ കേരളം രക്ഷപ്പെടൂ. ജനങ്ങൾ ഇത്രയും കൊടുത്തിട്ടും പഠിക്കുന്നില്ലല്ലോ എന്നാ ചോദിക്കുന്നത്. ഇതാണ് ശരിയായ ഡീലല്ല ഡീസൽന്ന്. ഗോവിന്ദ മാണ്ട ഗോവിന്ദ മാണ്ട എന്നാണ് ഒരാൾ കളിയാക്കുന്നത്. വേറെ ആൾ ചോദിക്കുന്നത്, സർ വൈ ആർ യു സ്പോയിലിംഗ് അവർ എന്റർടൈൻമെന്റ്, ലെറ്റ് ഹിം പെർഫോം. സലീം കുമാർ ആൻഡ് ഇന്നസെന്റ് ആർ നോ മോർ ടു ക്രിയേറ്റ് സ്മൈൽ ഇൻ അസ്. അപ്പൊ സലീം കുമാറും ഇന്നസെന്റ് ഒക്കെ പോയ സ്ഥിതിക്ക് നമ്മളെ ചിരിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ? ചിരിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? LDF ഇല്ലെങ്കിൽ വികസനമില്ല എന്ന് വരുത്തണം. ബ്രാക്കറ്റിൽ ജനങ്ങൾ ഇപ്പോഴും ഇവർ പറയുന്നത് വിശ്വസിക്കും. ട്രോൾ ചെയ്താണ്. ഇവനൊക്കെ കൂടി ഈ പാർട്ടിയെ നശിപ്പിക്കും. എന്താ സംശയം അല്ലേ? ഇവനൊക്കെ കൂടി ഈ പാർട്ടിയെ നശിപ്പിക്കാടോ. ഗോവിന്ദ, തനിക്ക് കുറച്ചെങ്കിലും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ തന്റെ അഴിമതിക്കാരിയും അഹങ്കാരിയുമായ പെണ്ണും പിള്ളക്ക് തളിപ്പറമ്പ് സീറ്റ് കൊടുക്കുമായിരുന്നോ? വാങ്ങിക്കണം, കേൾക്കണതൊക്കെ. ഗോവിന്ദൻ ഇതൊക്കെ കേൾക്കണം. ഞങ്ങൾ ഇടുമ്പോൾ ബർമുട, നിങ്ങൾ ഇട്ടാൽ അത് നിക്കർ എന്ന മാനസിക അവസ്ഥ. ശരി. ഇനി 35 നിന്ന് 3 മഹായാത്രയിലാണ് ഇദ്ദേഹം. ശരിയല്ലേ? 3 അല്ലാതെ 3 കിട്ടില്ല, 0. 35 നിന്ന് 0 മഹായാത്ര. മറ്റൊരാൾ പറയുന്നു നൂറ്റാണ്ടിന്റെ കൊമേഡിയൻ. വേറെ ആള് അടിപൊളി എന്നാലും എന്റെ മാഷേ സഹിക്കുന്നില്ല, ഇവനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറയാണ് വേറൊരാള്. വിടുവാ ഗോവിന്ദ. ഡീലിന്റെ ഡീലർമാർ നിങ്ങളല്ലേ. അപ്പം ഗോവിന്ദന് തലക്കുള്ളിലും അപ്പമാണ്, തലച്ചോറില്ല എന്ന് വേറൊരാൾ. തൊരപ്പന്മാർ എന്ന് പറയുന്നു. തികഞ്ഞ അവസരവാദികൾ. മറ്റേതോ ലോകത്താണ് ജീവിതവും ചിന്തകളും. ഇവറ്റകൾക്ക് നാണവും മാനവും ഇല്ലേ? ഇയാൾ BJPയുടെ ഐശ്വര്യം എന്നാണ് വേറൊരാൾ പറയുന്നത്. കുടുംബസമേതം അദാനിയുമായി മീറ്റിംഗ് നടത്തി മുൻ CM. ആര്? കാരണഭൂതം. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. വല്ലാത്തൊരു ഗഡ്സാണേ പറഞ്ഞ് തറപറ്റിക്കാൻ. വിടുവായത്തം പറയാനേ ഇദ്ദേഹത്തിന് അറിയൂ. പാർട്ടിയുടെ നിലവാര തകർച്ച ഇത്തരം നേതാക്കളുടെ കയ്യിൽ ഭദ്രമാണ്. ദുരന്തങ്ങൾ. സത്യം, ഇവർ മലയാളികളെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? തിരഞ്ഞെടുപ്പിൽ ഒരു മൂലയ്ക്ക് ഇരുത്തിയവനാണ് മലയാളി. അത് കോൺഗ്രസിന്റെ മേന്മ കൊണ്ടൊന്നുമല്ല. നിങ്ങൾ 10 കൊല്ലം ഉണ്ടാക്കിയത് മതി എന്ന് തീരുമാനിച്ചതാണ്. അത് ജനങ്ങളെ ഇനിയെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കുക. പോയി അപ്പക്കച്ചവടം ചെയ്തൂടെ? പോയി അപ്പക്കച്ചവടം ചെയ്യണ ഗോവിന്ദ എന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനാണെന്ന് കരുതിയാൽ മതിയെന്നേ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെല്ലാം മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അറിയാമല്ലോ. ഇയാൾ പറയുന്നത് വിടുവായത്താണ് എന്ന് തന്നെയാണ് പറയുന്നത്. സഖാവ് പറയുന്നത് സഖാക്കൾക്ക് തന്നെ പിടിക്കുന്നില്ല, പിന്നെയല്ല പൊതുജനങ്ങൾക്ക്. മുഖ്യമന്ത്രി മംഗലാപുരത്ത് പോയില്ല, വെറും VD സതീശൻ MLA ആണ് പോയത് എന്ന് വേറൊരാള് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കാർ വിശ്വസിക്കുന്നില്ല, പിന്നെയല്ലേ പൊതുജനം. വിഴിഞ്ഞം ആദ്യം നടക്കാൻ ഇവർക്കൊക്കെ എത്ര കിട്ടി? കോടികൾ ദുബായ് വഴി കൊടുത്തിരുന്നത് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാം എന്ന് വേറൊരാള്. വിമാനത്താവളത്തിന് എന്താ ബെള എന്ന് പണ്ടൊരു കുട്ടി സഖാവ് പറഞ്ഞത് ഓർക്കുന്നു. തുറമുഖത്തിന് എന്താ ബെള എന്ന് പിന്നീട് വെല്ലുവിളിച്ചതായി കേട്ടിട്ടില്ല. രണ്ടിലും കുത്തക. മൂരാച്ചി അദാനിയാണല്ലോ കരാറുകാരൻ.
പിണറായി അമേരിക്കയിൽ പോയത് കരിമണൽ കച്ചവടം നടത്താൻ വേറെ ആള്. ഇവർക്കെല്ലാം നെഗറ്റീവാണ്, ഒരിക്കലും പോസിറ്റീവാൻ പറ്റാത്ത പ്രസ്ഥാനം. ഇങ്ങനെ ഇവരുടെ ഈ ഇത് പോകുന്നേ ഇവരുടെ കമന്റുകൾ വായിച്ച് തുടങ്ങിയാൽ തീരില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതില് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശാന്ത് വാസുദേവ് അപ്പം ഗോവിന്ദന്റെ ഈ പ്രസ്താവനക്ക്, ഈ വളിച്ച പ്രസ്താവനക്ക് അദ്ദേഹം ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക തന്നെ വേണം. അതിതാണ്: മാറ്റിപ്പിടി സഖാവേ. എന്താണ് മാറ്റിപ്പിടി സഖാവേ, പുലമ്പൽ നിർത്തി വേറെ വല്ലതും പറയും, കേൾക്കാനും ഒരു സുഖം വേണ്ടേ? ഇതൊരുമാതിരി പാട്ടയിൽ കമ്പിട്ടടിക്കുന്നത് പോലെ. ഏത് ഡീലായാലും ഡീൽ ആദ്യം അറിഞ്ഞത് ദേശാഭിമാനി ആണ് എന്ന് 2026 ജൂണിലെ വാർത്ത ചൂണ്ടിക്കാട്ടി തന്നെ മുഖ്യമന്ത്രി പൊളിച്ചടുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഡീലൊക്കെ നടത്തിയ അദാനി ടീംസിന് എന്തിനാണ് പണ്ട് AKG സെന്ററിൽ വിരുന്ന് കൊടുത്തത് എന്നുകൂടി സഖാവ് വ്യക്തമാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അക്കാര്യം തന്നെ. ഞങ്ങൾ ഭരിക്കുമ്പോൾ അദാനി പുണ്യാളൻ, മറ്റാര് ഭരിച്ചാലും അദാനി കൊള്ളക്കാരൻ. ഞങ്ങൾ അദാനിയെ നിയന്ത്രിച്ച് കൊള്ളയടിക്കാൻ അനുവദിക്കും. അതാണല്ലോ പണ്ട് മറ്റേ ഇയാൾ പറഞ്ഞത്, നമ്മുടെ പെട്ടിതൂക്കി KK രാഗേഷ് പറഞ്ഞത്. അവിടെ ദിവ്യായ സയ്യർ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ലല്ലോ. എന്ത് ഈ ഡീലേ നടക്കൂല എന്നാ മൂപ്പര് പറയുന്നത്. ദിവ്യായ സയ്യറാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ MSC കമ്പനി ഇങ്ങോട്ടേക്കൊന്നും വരില്ല. MSC കമ്പനിക്ക് വരാനുള്ള ധൈര്യം എന്താ? ദിവ്യായ സയ്യർ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. ദിവ്യായ സയ്യറാണ് കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയന്റെ ഐശ്വര്യം, ഈ പെട്ടിതൂക്കി രാഗേഷിന്റെ എന്താ പറയാ ഐശ്വര്യം. കർണേട്ടന്റെ വിലാപം അവസാനിക്കുന്നില്ല കേട്ടോ. കർണേട്ടൻ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം കരഞ്ഞ് ചത്തു പോകുന്നു. അങ്ങനെ പ്രസാദ് പറയുന്നു, കിട്ടിയ അവസരം മുതലെടുത്ത് എങ്ങനെയായാലും അദാനിയെ കരിവാരി തേച്ച്, അതിലൂടെ ഈ ഗവൺമെന്റിനെയും കരിവാരി തേച്ച് എക്കാലവും ചെയ്തതുപോലെ കേരളത്തിന്റെ വികസനത്തെ തകർക്കണം. LDF ഇല്ലെങ്കിൽ വികസനമില്ല എന്ന് വരുത്തണം. അതാണ് യാഥാർത്ഥ്യം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞു. ഇവരുടെ ഒക്കെ മനസ്സിലിരിപ്പ് അതാണ്. വിഴിഞ്ഞം രക്ഷപ്പെടരുത്. ഇപ്പൊ VD സതീശൻ വിഷയൻ സമുദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമുദ്രത്തെ അല്ലെങ്കിൽ നമ്മുടെ തീരപ്രദേശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു വലിയ വികസന പദ്ധതിയാണ് സതീശൻ ആവിഷ്കരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതൊന്നും നടക്കാൻ പാടില്ല, ഇതൊന്നും നടത്തിക്കില്ല ഞങ്ങള്. കാരണം നടത്തിച്ചങ്ങനെ കേരളം രക്ഷപ്പെടാൻ പാടില്ല. കേരളം രക്ഷപ്പെട്ടിട്ട് അങ്ങനെ VD സതീശൻ വലിയ ആളാവണ്ട. ഞങ്ങളൊക്കെ തകർക്കും, ഞങ്ങൾ പൂട്ടിടും, ഞങ്ങൾ വിഴിഞ്ഞത്തിന് പൂട്ടിടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് MSC വേണ്ട, ഇമ്മാതിരി ഒരു കമ്പനി ഇവിടെ വരണ്ട, ഓടിപ്പിക്കുന്ന പറയുന്നത്. MSC ഓടിപ്പിക്കുക വേണ്ട, അവരൊന്നും വേണ്ട. അദാനിനെ ഓടിപ്പിക്കുക, അദാനി വേണ്ട, വിഴിഞ്ഞം വേണ്ട. എന്താ ചെയ്യേണ്ടതല്ലേ? ഈ സാധാരണ രീതിയിലെ ആൾക്കാര് ജനങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഈറ്റിങ്ങളെ തോൽപ്പിക്കുക എന്ന് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? കഴിഞ്ഞ 10 കൊല്ലം കട്ടുമുടിച്ചവരെ ജനത്തിനാകെ ചെയ്യാൻ പറ്റാവുന്നത് ഇവിടെ ചൂലെടുത്ത് അടിച്ച് വൈപ്പിക്കാൻ പറ്റും. നമ്മൾ സാധാരണ പറയാണെങ്കിൽ ചൂലെടുത്ത് അടിക്കാന്നൊക്കെ പറയാ. ഈ ചൂലെടുത്ത് അടിക്കാനും തരണ്ടിവാല അച്ചാറിൽ മുക്കി അടിക്കാനൊക്കെ സാധാരണക്കാരന് പറ്റില്ലല്ലോ. സാധാരണക്കാരന് ആകെ ചെയ്യാൻ പറ്റുന്നതാണ് എതിരെ വോട്ട് ചെയ്യുക, തോൽപ്പിക്കുക. എതിരെ വോട്ട് ചെയ്ത് തോൽപ്പിച്ച് ഒരു മൂലക്ക് ഇരുത്തിയതാണ്. എന്നിട്ട് അവിടുത്തെ എഴഞ്ഞഴഞ്ഞ് വന്നിട്ടാണ് വീണ്ടും വിടുവായത്തരം പറയുന്നത് അല്ലേ? എന്നിട്ട് പ്രശാന്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? പകരം ഭരിക്കുമ്പോൾ ശരിയായ പഠനങ്ങൾ നടത്താതെ തുരങ്കപാതകൾ തീർക്കാൻ തീരുമാനങ്ങൾ എടുത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കാൾ വീര്യം കൂടിയ വിദേശ മദ്യത്തിന് നികുതി കുറച്ചുകൊടുത്ത് പാവപ്പെട്ടവന്റെ അടുക്കളയിൽ മഞ്ഞക്കുറ്റി അടിച്ച് തങ്ങൾ മാത്രമാണ് വികസനത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് വരുത്തി തീർക്കണം. ഇവര് ചെയ്ത തെണ്ടിത്തരങ്ങളാണ് അല്ലെ? അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റിയിട്ട ടീമാണ്. വിദേശ മദ്യത്തിന് എന്താ പറയാ ടാക്സ് കുറച്ചു കൊടുത്ത ടീമാണ്. പിന്നെന്താണ് വയനാട്ടില് തുരങ്കപാത അല്ലെ? തുരങ്കപാത വെടിപൊട്ടിക്കൽ ഉദ്ഘാടനം. വലിയ വടി 1, ചെറിയ വടി 2 അല്ലെ? വലിയ വടി 1, ചെറിയ വടി 2. വലിയ വടി പിണറായി വടി, ചെറിയ വടികള് മറ്റേ വീണവടി, പിന്നെ എന്താ പറയാ റിയാസ് വടി. ഇതൊക്കെ വെച്ച് പോകുന്നതാണ് മൂപ്പര്. അവസാനത്താ അവിടെ ആകെ വൻ ദുരന്തം. വയനാട്ടില് മാധവ് ഗാഡ്ഗിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പ്രകൃതി ലോലമായ ഇടങ്ങളാണ്, അവിടെയൊന്നും ഈ മാതിരി വികസന പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് മാധവ് ഗാഡ്ഗിൽ മരിച്ചുപോയി അല്ലേ? മരിക്കുന്നതിന് മുമ്പ് മാധവ് ഗാഡ്ഗിൽ കേരള ജനതയോട് മൊത്തം പറഞ്ഞിരുന്നു, പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കണം, അവിടെ ഇമാതിരി നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കാരണഭൂതത്തിന്റെ മര്യോനും ചേർന്നിട്ട് അവിടെ നടത്തിയ ഈ തുരങ്കപാത നിർമ്മാണം ഉണ്ടല്ലോ, എല്ലാ പരിസ്ഥിതി പഠനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവര് നടത്തിക്കൊണ്ടിരുന്ന ആ തുരങ്കപാത നിർമ്മാണം സതീശൻ ഏതായാലും നിർത്തിവെച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഏതായാലും
മൂപ്പര് വെട്ടി പൊട്ടിച്ചാണല്ലോ, പാറ പൊട്ടിക്കല് എവിടെയൊക്കെ ലോകത്താദ്യമായിട്ടില്ലേ. അത് വിനു കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞിരുന്നു, ലോകത്താദ്യമായിട്ടൊരു മുഖ്യമന്ത്രി പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. നമ്മൾ ഏറെ ഉദ്ഘാടനം കണ്ടിട്ടുണ്ട്, അത്രേ ഏറെ ഉദ്ഘാടനം കണ്ടിട്ടുണ്ട്. ഇയാൾ ഏതായാലും തുരങ്കപാതയുടെ ഉദ്ഘാടനം പണ്ട് നിർവഹിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഒരു പബ്ലിസിറ്റി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ബ്ലാസ്റ്റിംഗിന്റെ ഉദ്ഘാടനം, ആദ്യത്തെ ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുന്നു പിണറായി വിജയൻ. അങ്ങനെയായിരുന്നു അനൗൺസ്മെന്റ്. മൂപ്പരും പറഞ്ഞ പ്രസംഗത്തിൽ, ഞാനിതാ ഈ തുരങ്ക നിർമ്മാണത്തിന്റെ ആദ്യത്തെ വെട്ടിപ്പൊട്ടിക്കാൻ പോകുന്നു, ആദ്യത്തെ വെട്ടിപ്പൊട്ടിക്കാൻ ഞാനിതാ സ്വിച്ച് അമർത്തുന്നു. അപ്പോഴത്തേക്കാണ് നെഞ്ചു വിരിച്ചുകൊണ്ട് മരുവൻ ഇങ്ങനെ ചാടി തൊയഞ്ഞ് മരുവനും വന്നു. അങ്ങനെ റിയാസും അമ്മയച്ഛനും കൂടി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും ചിരിക്കണം അവിടെ പോയിട്ട് കേട്ടോ, അവിടെ പോയിട്ട് ചിരിക്കണം. അവളോട് പറയണം, വിനു പറഞ്ഞ പോലെ, വിനു വയസ്സൊക്കെ പറഞ്ഞു, മറ്റേ വയനാട്ടിലെത്തിയാലേ പാറ പൊട്ടിച്ച PV ഞാനല്ല എന്ന് മൂപ്പർക്ക് പറയാലോ. മൂപ്പര് ഇവിടെ നിയമസഭയിൽ പറഞ്ഞല്ലേ ആ PV ഞാനല്ലാന്ന്, അല്ലേ? കോടികൾ കരിമണൽ കർത്താവിൽ നിന്ന് കൈക്കൂലി വാങ്ങി ആ പಠ്യപുസ്തകത്തിൽ PV എന്നുള്ള പേര് വന്നപ്പോ മൂപ്പര് പറയണം ആ PV ഞാനല്ല. വയനാട്ടിൽ പോയിട്ടും ജനങ്ങളോട് പറയണം, അന്ന് പാറ പൊട്ടിച്ച PV ഞാനല്ല, അത് വേറെ PV. ആ PV പോയി ഇപ്പം വേറൊരു PV ആണ് എന്ന് പറയണം. ഇമാതിരി മണുകുണഞ്ചന്മാരുടെ എന്താ പറയല്ലേ. ഏതായാലും പ്രശാന്ത് വാസുദേവ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അടുത്ത തവണ പ്രതിപക്ഷത്ത് പോലും സ്വന്തം പാർട്ടിക്കാർ ഇരുത്താൻ സാധ്യതയില്ല. ശരിയാണ്, അടുത്ത തവണ പ്രതിപക്ഷത്ത് പോലും. നിങ്ങൾ നോക്കിക്കോ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ 0 CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നിന്ന് മൂടോടെ പിഴുതെറിയപ്പെടുമെന്ന് പല പ്രാവശ്യം പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ്. കാരണം ഓരോ ദിവസവും ഇവർ തെളിയിക്കുകയാണ്, ഞങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല. ഞങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ പ്രാക്കും ശാപവും ഏറ്റുവാങ്ങി ഒടുങ്ങുമെന്ന് പിണറായി വിജയനും MV ജയരാജനും തോമസ് ഐസക്കും ഇമാതിരി പെട്ടിതൂക്കി രാകേഷും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയുമില്ല. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. കാരണം ഇവർ തീരുമാനിച്ചു. എന്ത് ചെയ്യാനല്ലേ, എന്ത് ചെയ്യാനാണ്? വിനാശകാലേ വിപരീത ബുദ്ധി. വിഴിഞ്ഞം ഡീൽ നടന്നത് മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയിൽ. എന്താണ് വിഴിഞ്ഞം ഡീൽ നടന്നത്? മുഖ്യമന്ത്രി VD സതീശന്റെ മംഗലാപുരം യാത്രയിൽ. നമ്മളിത് കുറെ കേട്ടിക്കണ്. ഇന്നസെന്റ് ഏതൊരു സിനിമയിൽ പറയാതെയും കേട്ടിക്കുന്നു കുറെ കേട്ടിക്കുന്നു, അല്ലേ? നമ്മളിത് കുറെ കേട്ടിട്ടുണ്ട്. ഇവർക്ക് പറഞ്ഞാലും ഇത് മടുക്കുന്നില്ലല്ലോ, അല്ലേ? എന്താ ചെയ്യാ ഈ അന്തംഗമ്മികളെ? വിഴിഞ്ഞം ഡീൽ നടന്നത് മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയിൽ. എത്ര ദിവസമായി നമ്മൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്ര. ഇവിടെ മുഖ്യമന്ത്രി VD സതീശന് ഏറ്റവും വലിയ രസം എന്താ അറിയോ? മുഖ്യമന്ത്രി VD സതീശൻ മംഗലാപുരം യാത്ര നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം VD സതീശൻ മംഗലാപുരം യാത്ര നടത്തിയിട്ടില്ല. ശരിയല്ലേ? മംഗലാപുരം യാത്ര നടത്തുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മാസം 1-ാം തീയതിയാണ്, അല്ലെ? മെയ് 18-നാണ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. മെയ് 4-നാണ് റിസൾട്ട് അറിയുന്നത്. അപ്പം ഈ തിരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, തിരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് മുമ്പ് VD സതീശൻ ആരാ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക. അന്തംഗമ്പികൾ നിങ്ങൾ പറ. മെയ് 1-ാം തീയതിയാണ് VD സതീശൻ മംഗലാപുരത്തേക്ക് പോയത്. ശരി, നിങ്ങൾ പറയും പോലെ VD സതീശൻ മംഗലാപുരത്തേക്ക് പോയി. VD സതീശന് മംഗലാപുരത്ത് പോയിക്കൂടാ, വിമാനത്തിൽ കയറി പോയിക്കൂടാ എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. VD സതീശൻ മംഗലാപുരത്തേക്ക് പോയി. ശരി, ഇനിയിപ്പോ എന്താ അവിടെ പോയി ആരെങ്കിലൊക്കെ കണ്ടോട്ടേന്ന്. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചില്? അപ്പൊ VD സതീശൻ അപ്പോഴാരാ? അത് പറ. VD സതീശൻ ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല, അല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ഷന്റെ റിസൾട്ട് കൂടി വന്നിട്ടില്ല. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് വീണ്ടും പിണറായി വരാൻ പോകുന്നത് 3.0 പിണറായി വിജയ് 3-ാം പ്രാവശ്യം വരാൻ പോകുന്നതല്ലേ നിങ്ങളൊക്കെ ഇവിടെ കൊട്ടിപ്പാടിയത്. ആ സമയത്താണ് VD സതീശൻ മംഗലാപുരത്തേക്ക് പോകുന്നത്. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് VD സതീശന്റെ മംഗലാപുരം. എടോ, മംഗലാപുരത്ത് വെച്ചിട്ട് അദാനി മംഗലാപുരത്ത് VD സതീശനുമായി ഡീൽ ഉണ്ടാക്കുകയാണ്. എന്താ നിങ്ങൾ പറയുന്നത്? ഇവിടെ പറയുന്നതിന് ഒരു അത്യാവശ്യം ന്യായം വേണ്ടേ പറയുന്നതിന്? VD സതീശൻ മുഖ്യമന്ത്രി ആയ ശേഷമാണ് ആ യാത്രയെങ്കിൽ നിങ്ങൾ പറഞ്ഞത് നമുക്ക് സമ്മതിക്കാം. ശരി, അവിടെ പോയിട്ട് ഇവർ തമ്മിൽ എന്തോ ഡിങ്കോൾഫി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി വിശ്വസിക്കാം. അതല്ലാന്നേ, ഒരു ടെക്നിക്കലി ഒരു MLA പോലും അല്ലാത്ത സതീശൻ, അല്ലേ? ആ സമയത്ത് സാങ്കേതികമായി പറഞ്ഞ ഒരു MLA പോലും അല്ല. ആ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന ആ സമയത്ത് ആ സതീശൻ ആണത്രേ എല്ലാറ്റിനും കാരണം.